ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ രാജപാതയാണ് ധ്യാനം. ഒരുവനെ ആത്മീയതയുടെ പരകോടിയിലെത്തിച്ച് ആനന്ദ നിർവൃതിയിലാഴ്ത്താൻ ധ്യാനത്തിനുള്ള കഴിവ് അപാരം തന്നെയാണ്. ആ ആനന്ദാനുഭൂതിയിൽ അമർന്നവരാണ് മഹാത്മാക്കൾ. ഇന്ന് ധ്യാന പരിശീലന കേന്ദ്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും അവയൊക്കെ ധ്യാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുതുപ്പള്ളിയിലെ SNDP യോഗം ശാഖാ നമ്പർ 6163 ശ്രീനാരായണ ഗുരുകുലം ശാഖയിലെ ധ്യാന മന്ദിരം ധ്യാനത്തിൻ്റെ അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ചേവണ്ണൂർ ഗുരുകുലത്തിൽ പഠിക്കുന്ന കാലത്ത് താമസിച്ചിരുന്ന വാരണപ്പള്ളി തറവാടിന് തൊട്ടുപിറകിലാണ് ഈ ധ്യാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ഗുരു ഈ തറവാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഈ ധ്യാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന പുരയിടത്തിലൂടെ ധാരാളം പ്രാവശ്യം നടന്നു പോയിട്ടുള്ളതായി പഴമക്കാരൊക്കെ പറഞ്ഞിരുന്നു. ഗുരുവിൻ്റെ കാൽപാദം പതിഞ്ഞ ഇവിടം ധ്യാനമന്ദിരം ആയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ശ്രീനാരായണ ഗുരുകുലം ശാഖയ്ക്ക് ഒരു ഗുരുമന്ദിരം വേണം എന്ന ശാഖാംഗങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ധ്യാനമന്ദിരം ആയി തീരുകയായിരുന്നു. വ്യവസായിയും ധ്യാനം ശീലിച്ചിട്ടുള്ളയാളുമായ ഇപ്പോഴത്തെ പ്രസിഡന്റ് K. ജയകുമാർ തൻ്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച് സമർപ്പിച്ചതാണ് ഈ ധ്യാന മന്ദിരം. ഒട്ടേറെ പ്രത്യേകതകൾ ഈ ധ്യാന മന്ദിരത്തിനുണ്ട്. ഇവിടെ പൂജാരിമാർ ഇല്ല, വിഗ്രഹവും ഇല്ല, പുഷ്പാർച്ചനയില്ല, നിവേദ്യ സമർപ്പണവുമില്ല. മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു പൂജകളും ഇവിടെയില്ല. ഗുരുദേവൻ ഒരു ആൽച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്ന ഒരു മ്യൂറൽ ചിത്രം ഒരുക്കിയിട്ടുണ്ട്. അതിനു മുന്നിൽ എല്ലാവരും ഇരിക്കുന്നു. ഗുരുവിന് മുന്നിൽ ശിഷ്യരായ നാം ഇരുന്ന് ധ്യാനിക്കുന്നതാണ് സങ്കല്പം. അധരം കൊണ്ട് പ്രാർത്ഥനയില്ല, എല്ലാം മനോജപം മാത്രം. ചിത്രത്തിന് മുന്നിൽ ഒരു നെയ്വിളക്ക് ഉണ്ടാകും. അതിൽ ഉപയോഗിക്കുന്ന നെയ്യ് ആകട്ടെ ഔഷധ ഗുണങ്ങളുള്ള വെച്ചൂർ പശുവിൻ്റെ പാലിൽ നിന്ന് തയ്യാറാക്കിയതാണ്. പ്രസിഡൻ്റായ ശ്രീ K. ജയകുമാർ തിരുവനന്തപുരത്തുള്ള പ്രത്യേക സ്ഥലത്ത് നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്നതാണ് ഈ ശുദ്ധമായ നെയ്യ്. ഈ നെയ്വിളക്കിൻ്റെ ജ്വാലയിൽ ശ്രദ്ധിച്ചാൽ ഒരു പ്രത്യേക പ്രഭ, ഒരു തേജസ് നമുക്ക് ധ്യാനാവസ്ഥയിൽ ദൃശ്യമാകുന്നതാണ്. ഗുരുദേവൻ്റെ ജനനം മുതൽ മഹാസമാധി വരെയുള്ള സംഭവങ്ങളിൽ ചുവർ ചിത്രങ്ങളായി ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നതും ഒരു പ്രത്യേകത തന്നെയാണ്. കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് പ്രവർത്തിക്കുന്ന ഗുരുദർശനം പ്രാർത്ഥനായോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേഷ് ബാബു മാധവൻ്റെയും സെക്രട്ടറി ശ്രീമതി നീത ബിനീഷിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഈ ധ്യാന മന്ദിരം സന്ദർശിക്കുകയും ഒരു ധ്യാന പരിശീലനം അവിടെ നടത്തുകയും ഉണ്ടായി. ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അതൊരു നവ്യ അനുഭൂതിയായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് പകരം പ്രാർത്ഥനാ മന്ദിരങ്ങൾ ആയാൽ നന്ന് എന്ന് ഗുരുദേവൻ ഒരിക്കൽ പറയുകയുണ്ടായി. കോടികൾ മുടക്കി ക്ഷേത്രം പണിയുന്നവർ ഗുരുവചനം തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ശ്രീനാരായണ ഗുരുകുലം ശാഖ മാതൃകയാകുന്നതും. ഗുരുദർശനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പഠന പ്രചരണാർത്ഥം ശ്രീനാരായണ ഗുരുകുലം ശാഖ ഈ ധ്യാന മന്ദിരത്തെ ഒരു അന്തർദേശീയ ധ്യാന പഠന ഗവേഷണ കേന്ദ്രമായി ഉയർത്തുകയാണ്. ഇവിടെ പഠിതാക്കൾക്ക് താമസിച്ച് ഗുരുദർശനവും ധ്യാനവും പരിശീലിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരും കാലത്ത് ശ്രീനാരായണ ദർശനം പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇത്തരം ധ്യാന പഠന ഗവേഷണ കേന്ദ്രങ്ങളിലൂടെയാണ്. അതിൻ്റെ പ്രഥമ ചുവടുവയ്പ്പാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ലോകത്തെ ആദ്യത്തെ ഈ ധ്യാന പഠന ഗവേഷണ കേന്ദ്രത്തിലൂടെ സാർത്ഥകമാകുന്നത്. ഈ ധ്യാന മന്ദിരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുക്കളാണ് വൈസ് പ്രസിഡന്റ് ഗോപകുമാറും സെക്രട്ടറി P. വിജയപ്രസാദും
കമ്മിറ്റി അംഗങ്ങളും. ഇവർ ചേർന്ന് ഗുരുദർശനം പ്രാർത്ഥനാ യോഗത്തിന് ഉജ്ജ്വലമായ ഒരു വരവേൽപ്പ് നൽകിയത് എന്നെന്നും നന്ദിയോടെ സ്മരിക്കുന്നു. ഗുരുവിൻ്റെ ശരിയായ പാതയിൽ സഞ്ചരിക്കുന്ന ഇവർക്ക് കോടാനുകോടി പ്രണാമം അർപ്പിക്കുന്നു.